നടൻ ശ്രീനിവാസന്റെ ജൈവ പച്ചക്കറി മുന്നേറ്റത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല. വിഷമുക്തമായ പച്ചക്കറി സ്വപ്നം കണ്ട് കഴിയുന്നവർക്ക് അതുകൊണ്ട് തന്നെ കേട്ടിരിക്കാനും ആശങ്കകൾ പങ്കുവയ്ക്കാനും താല്പര്യം ഏറെയുണ്ടാകും. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ തീരെ ആശങ്കാകുലരല്ല എന്നതാണ് ശ്രീനിവാസനെ വ്യാകുലപ്പെടുത്തുന്നത്. ചില സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ അനുഭവവും അതാണ് വ്യക്തമാക്കുന്നത്. ഒരു ദിവസം സ്പൈസസ് ബോർഡിൽ നിന്ന് വിരമിച്ച ഒരാൾ എന്നെ വിളിക്കുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ മാതിരിയുള്ള കാര്യങ്ങളൊന്നും ആളുകളോട് പറയരുത്. നിങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്ന വെച്ചാൽ ശരിയാണെന്ന് വിചാരിച്ച ആളുകൾ നിങ്ങൾ പറയുന്ന അനുസരിച്ചേക്കാൻ സാധ്യതയുണ്ട്. അത് അപകടമാണ്. ഒരിക്കലും രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ കൃഷി ചെയ്യാൻ സാധ്യമല്ല എന്നൊരു ആരോപണം മുറിച്ച ആൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ അത് എൻ്റെ കൃഷിസ്ഥലത്ത് പരീക്ഷിച്ച് വിജയിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കൃഷിയെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. അതുകൊണ്ട് സുഭാഷ് പലേക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ അയച്ചു തരാം. ഇപ്പം തന്നെ കൂടുതലൊന്നും പറയാൻ കട്ട് ചെയ്തിട്ട് ഉടനെ സുഭാഷ് പലേക്കറിൻ്റെ നമ്പർ കൊടുത്തു. അതിനൊക്കെ ഭരണകൂടത്തിന് എവിടെ നേരം? എന്തായാലും ശ്രീനിവാസൻ ജൈവ പച്ചക്കറി പ്രസ്ഥാനത്തിൽ പുതിയ മുന്നേറ്റം നടത്തുമ്പോൾ സർക്കാരിനും അതിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്. ഏറ്റവും ഒടുവിൽ തന്നേക്കാൾ ഉയരമുള്ള ഒരു പടവലങ്ങയുമായി മട്ടന്നൂരിലേക്ക് വണ്ടി കയറാൻ ഇരിക്കുകയാണ് ശ്രീനിവാസൻ. ഇന്നിപ്പം ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ എന്നേക്കാളും ഉയരത്തിലുള്ള, അത് വലിയൊരു ഉയരാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അങ്ങനെ ഒരു പടവലങ്ങ നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അവിടെ ഇതെല്ലാം ഞങ്ങൾ വളർത്തുന്നുണ്ട്. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ച് സ്വയം ചെയ്തിട്ടാണ് മറ്റുള്ളവർ പറയുന്നത്. അല്ലാതെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ എന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. നമ്മൾ വല്ല ഉപതെരഞ്ഞെടുപ്പും വരുമ്പോൾ വിഷപച്ചക്കറി പരിശോധിക്കുമെന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറക്കും. ഓണം വരുമ്പോൾ 2 പ്രസ്താവന ഇറക്കിയേക്കും. സർക്കാരിന് ഇതൊക്കെ നോക്കാൻ എവിടെ നേരം? വിഷപച്ചക്കറി കഴിക്കുന്നവർക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുന്നുണ്ടല്ലോ, അതൊക്കെ പോരെ എന്നാകും അവരുടെ മറുചോദ്യം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.